ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കൊച്ചരിക്ക് വായിച്ചത് സാധനം മനസ്സിലായില്ലേ? ഇതിന് വേണ്ടി നമ്മുടെ ഫോർസ കളിക്കുമ്പം ചൂടടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എനിക്ക് വാങ്ങിച്ചു തന്നൊരു സാധനമാണ് എൻ്റെ കൊച്ച്, മനസ്സിലായ? ഇതിങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ 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 ഉണ്ട്, ഇത് ഇങ്ങനെ നെക്കിയിട്ട് സ്പീഡ് കൂട്ടണ സ്പീഡൊക്കെ കൂട്ടിയിട്ട് ആഹാ ആഹാ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിന്റെ ഫാൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ആഹാ എന്ത് സുഖം! ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ടോ എനിക്ക്? ആഹാ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ എത്രാം തീയതി? 20-ാം തീയതി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി നമ്മുടെ ആനിവേഴ്സറി ആയിരുന്നു, നമ്മുടെ ലവ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ എനിക്ക് അവള് ഗിഫ്റ്റ് തന്ന സാരോട് ഇതെന്താ? കിക്കിന്റെ 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 F1 കാർ. ഇത് പച്ച കളർ കാറാണ്. ഞാൻ മറ്റേ ഇതിട്ടേക്കുന്നോണ്ട് നിങ്ങൾക്ക് ഇത് കാണത്തില്ല. ഗീവ തരുന്ന പോടാ, എന്റെ കൊച്ചരിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അങ്ങനെ 2 ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഒന്ന് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടി ഫാനും, ഒന്ന് റേസിംഗ് കാറും. ഗോൾ അടിച്ചല്ലോ എന്നാ. എത്ര ഗോള്? ഞാൻ ഗോളൊന്നും അടിച്ചില്ല. അതിന് നമ്മളെന്തിനും വിഷമിപ്പിക്കണെന്നാ? എടാ എനിക്കൊരു സാധനം കിട്ടിയെന്നു നിനക്ക് സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഡീമാ വരുന്നില്ലേടാ? അണ്ണ എന്ത് കൊടുത്തതോ? ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അറിഞ്ഞില്ലേ അവള് ഗിഫ്റ്റ് ചെയ്യുന്ന കാര്യമായിരുന്നു. നമ്മളിപ്പോ ഇതില്ലായിരുന്നു വലുതായിട്ട്, അപ്പം ഞാൻ കയ്യില് ചിക്ലിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ബെസ്റ്റ് കിടില ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, മനസ്സിലായില്ലേ? ഞാൻ ജോലിക്കാരനല്ലോ, അവളല്ലേ ജോലിക്കാരി, മനസ്സിലായില്ലേ? അപ്പം ബാബു സേട്ടിന്റെ RP ഹെഡ്സെറ്റ് പോലെ ഉണ്ടെന്നാ. ഏത്? ഇതാ? പോടാ, കുറച്ച് ഇതാക്കിയിട്ട് ചൂടെടുക്കുന്ന ഞാൻ വിയർത്ത് കുളിക്കുന്നു. ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വന്നതാ, എന്നിട്ട് ഞാൻ ഇരുന്ന് വിയർക്കുക, മനസ്സിലായില്ലേ? കാരണം ഞാൻ ലൈവ് ഉള്ളപ്പോഴും ഞാൻ ഈ ഉടുപ്പിടാറുള്ളൂ. ലൈവ് ഇല്ലാത്തപ്പോൾ ഞാൻ ഉടുപ്പ് ഊരിയാ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ചൂടെടുക്കാറില്ല. ഇതിപ്പോ ലൈവ് ഇടാൻ വേണ്ടിട്ട് ഞാൻ ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്ന് എനിക്കാണെങ്കിൽ ചൂടെടുത്ത് ഞാൻ അവിടെ ചത്തിരിക്കുക, സത്യം പറയല്ലേ. പാവം ചേച്ചിന്നാ. എടാ അവക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ കിടുക്കാച്ചി ഫുഡാ, മനസ്സിലായില്ലേ? ഉടുപ്പില്ലാണ്ട് ഇട്ടാ നമുക്ക് കുഴപ്പമില്ല. വേണ്ട, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല കേട്ടോ. നാളെ വേറെ വല്ല വെബ്സൈറ്റിൽ ഞാൻ കയറി വരും. വേണ്ട കേട്ടോ. ഉടുപ്പുരിക്ക ഫോർസ ഉണ്ടാകുമ്പോൾ, ഫോർസ ഉണ്ടായല്ല, കുറെ നാളായിട്ട് അത് ഉണ്ടായിട്ടാണ് നമ്മൾ ഇത്ര നേരം കളിച്ചോണ്ടിരുന്നത്. അത് ഇനി ഉണ്ടാവാൻ എന്ത് ആ ഒരു ഇത് കിട്ടുന്നില്ല, ചളി അടിക്കാനുള്ള ആ ഒരു ഫ്ലോ കിട്ടുന്നില്ല. സോറി ജിമ്മനല്ലേ അമ്മി? എന്തൊക്കെയാടാ നീയൊക്കെ പറയണേ? ഈഗിളുണ്ടാ മാറ്റിയത്? ഈഗിളുണ്ട്. ഗോക്കു എത്ര പാക്ക് ഉണ്ട്? 8 പാക്ക് ആണോ? ഇല്ലല്ലോ, 6 8 ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഫേസ് ക്യാം ഓഫ് ആക്കിക്കോതാ. അപ്പൊ നിനക്ക് എന്നെ കാണണ്ടല്ലേ? വെയിറ്റിംഗ് ഫോർ ഗോക്കു സബ്സ്ക്രിപ്ഷൻ. അത് ഞാനാണെങ്കിലേ ഇൻസ്റ്റയിൽ മറ്റേ നമ്മുടെ ഒരു സബ്സ്ക്രിപ്ഷന്റെ സംഭവം ഉണ്ടല്ലോ, അതാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാം വന്ന സമയത്ത്. അപ്പം ലിമിറ്റഡ് ആൾക്കാർക്കൊക്കെ എല്ലാം അത് ഉള്ളായിരുന്നു. അപ്പൊ വന്ന സമയത്ത് എനിക്ക് എന്താണെന്നൊരു അറിയത്തില്ല, മനസ്സിലായില്ലേ? ആ സമയത്ത് ഞാൻ ഇതെടുത്ത് ഇട്ടായിരുന്നു. അപ്പൊ ഈ ഇടയ്ക്കാണെങ്കിൽ മറ്റേ സബ്സ്ക്രിപ്ഷൻ ഭയങ്കരമായിട്ട് വൈറലായി വന്ന് തുടങ്ങിയല്ലോ, കുറെ പേര് സബ്സ്ക്രിപ്ഷൻ കാരണം വൈറലായി വന്നല്ലോ. ആ സമയത്ത് എന്റെ സബ്സ്ക്രിപ്ഷൻ 3 പേര് വന്നെടുത്തേക്കുന്നു. അത്ര നാളില്ലാത്തതാണ്. ആ സമയത്ത് മാത്രം എൻ്റെ ഒന്ന് 3 സബ്സ്ക്രിപ്ഷൻ വന്ന്. അവ എന്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണോ വന്ന് എടുത്തതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ഞാൻ അതിനകത്ത് ഒന്നും ഇട്ടിട്ടില്ല. ഇത്തവണ ഈ സമയത്ത് വൈറലായിരുന്നല്ലോ ഒരിടയ്ക്ക്, കുറച്ച് നാള് മുമ്പ്. ആ സമയത്ത് എനിക്ക് 3 സബ്സ്ക്രിപ്ഷൻ വന്നായിരുന്നു. അത് 3 ആണുങ്ങളാണ് എടുത്തിട്ടുള്ളത്. അവന്മാർ എന്തിനാണ് എടുത്തതെന്ന് എനിക്കൊരു പിടിയില്ല. ഞാൻ അതിലിപ്പോ ഇതുവരെ ടാക്സിന്റെ സംഭവം അതിനകത്ത് കൊടുക്കണം, എന്നാലേ പൈസ കിട്ടുള്ളൂ. ഞാൻ ഇതുവരെ കൊടുത്തിട്ടുമില്ല അതിനകത്ത്. എനിക്ക് വേണ്ട.
എനിക്കത് വേണ്ട. എന്തായാലും എടുത്തില്ല, എന്തായാലും ഇട്ട് കൊടുക്കാം അവർക്ക് വേണ്ടുന്ന. ഇല്ല ഇല്ല, അവന്മാർ ആ സമയത്ത് അത്ര എടുത്തോളൂ. പിന്നെ ഇല്ല, ഇപ്പൊ ഇല്ല. മറ്റേ ഗത മറ്റേ കഥ കേട്ട് വന്നതായിരിക്കും ഗോകുവിന്റെ എന്നാ. മറ്റേ കഥയാ? അതെന്തൊരു കഥ? കഴുത്തിലെന്താന്ന് ഇത് എൻ്റെ മൈ ഗേൾ ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന ഫാനാണ്, ഫാൻ. ഇത് കണ്ട ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? സൗണ്ട് കേൾക്കുന്നില്ലേ? എടാ, ഇവിടെ നിന്നും കാറ്റെടുക്കും, ഇവിടെ നിന്നും കാറ്റടിക്കും, ഒരു ശല്യം. അപ്പൊ എനിക്ക് മേലോട്ടും താഴോട്ടും കാറ്റടിക്കും. എന്നെ പ്ലക്ക് ചെയ്യുന്ന നിന്നെ പ്ലക്ക് ചെയ്യാ? എന്താ പറയുന്ന ടീമാ? നമുക്ക് ഡിസ്കോഡിൽ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കാം. എല്ലാരും കളിക്കാൻ വരേണ്ടതാണ്. അവസാനം എന്നെ വിളിച്ചെടുത്തിട്ട് അപമാനിപ്പിക്കല്. മനസ്സിലായല്ലോ എന്തെല്ലാം ഞാൻ പറഞ്ഞ? മനസ്സിലായല്ലോ എന്തിനായാലും ഞാൻ പറഞ്ഞത്. വന്നു. പക്ഷെ അപ്പുക്കുട്ടി കാസ്റ്റർ നമ്മളെ ഡിസ്കോഡിൽ നമ്മളെ DPs ഉണ്ടോ? DPകള് അല്ല എടാ കഴിവറ മോനെ, നീ എന്തോ ഈ ടൈലിനകത്ത് ബ്ലൈൻഡ് ജോക്കർ പെയ്ഡ് 18+ ഞാൻ ഇറക്കി തുടങ്ങിയടാ. രണ്ട് ഇതിട്ടില്ലേ? ബ്ലൈൻഡ് ജോക്കർ പെയ്ഡാ? അതിന്റെ അപ്പുറത്ത് ആൾക്കാർ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ കണക്കായത് വായിക്കുന്നേ. അലിയ അതിന് ശേഷം ഞാൻ മറ്റേ ഇതിട്ടിട്ടുണ്ടല്ലോ, നൊട്ടേഷൻ, എക്സ്ക്ലമേഷനോ? നീ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി? എടാ ബ്ലൈൻഡ് ജോക്കർ സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റഡ് ബ്ലൈൻഡ് ജോക്കർ ബ്ലൈൻഡ് ജോക്കർ പെയ്ഡ്. അത് കൊള്ളാം. നിന്റെ DP എനിക്ക് നയിച്ചു തന്നെടാ. എനിക്ക് ഇതിന്ന് കിട്ടിയതാടാ, തമ്മിലില്ല അതിലൊന്നും കിട്ടിയതാ. അണ്ണൂർ റേറ്റ് കണ്ടാ തനിക്കണം കണ്ടാ. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നില്ല അളി, അത് എനിക്ക് അറിയത്തില്ല. സിറപ്പൂ വെൻറാൽ അതിൽ തേനെങ്കേ ഇன்று പൂവെയ്താൻ. ഇതൊക്കെ എന്ത് റൈറ്റ് ഇതൊക്കെ. ഓഹോ അളയാന്ന് കൂടെ വെച്ചളയാ. അറിയോ? അല്ലല്ല, നാടോടിക്കാരനകത്ത് മറ്റേ തിലകം നടക്കത്തില്ലേ? സത്യം അത് തന്നെ. കാണിച്ചു ഒരു മിനിറ്റ്. ഇത് പൂവേതാൻ നെറ്റ് കറണ്ട് പോയി, PC ഓഫ്. ഇത് നോക്കളയാ. സബ്സ്ക്രിപ്ഷൻ ഫോർ 3 months. ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്ന. ഡിങ്ക താങ്ക് യുടാ. വരുന്നില്ല. ഇതല്ല കറക്റ്റ്. നീ പടം എടുത്ത് അപ്പുറത്തോട്ട് വെച്ചളിയാ. അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ലേ? എന്റെ സ്ക്രീൻ നോക്കടാ. അല്ലല്ല, നീ എന്റെ സ്ട്രീം നോക്ക്. നീ എടുത്ത നീ എന്റെ സ്ട്രീം നോക്ക്. അതല്ലളിയാ, താഴത്തെ ഫോട്ടോ ഉണ്ടായിരുന്ന തൊട്ടടുത്ത. ഏതാ? അല്ല നീ അണിച്ചേല് ഇതിനെ കഴുത്തിൽ എന്തിനാ കളിക്കുന്നേ? അളിയ ഫാനളി എന്റെ അവള് ഗിഫ്റ്റ് തന്ന ഫാനാ എന്റെ. എനിക്കിങ്ങനെ റേസ് ചെയ്യുമ്പോ ചൂടെടുക്കുമ്പോ അളിയ ഞാനേ ഒരു പുതിയ ഗെയിം അടിച്ച്. പുതിയതല്ല, മറ്റേ പാൽവേഡ് ഇത് ജയിച്ചറിഞ്ഞാ
കോർട്ട് പാൽവേൾഡ് ജയിച്ച് മറ്റേ ഇത് എന്തിനാണ് നമ്മുടെ പോക്കിമോൺ ആയിട്ടുള്ള ഇത് സ്യൂ മറ്റേ കോർട്ട് ഫൈറ്റ് ജയിച്ച്. പാൽവേൾഡ് ഇറങ്ങിയല്ലോ. അതന്നെ അവര് ജയിച്ചെന്ന് മറ്റേ കേസ് ജയിച്ചവര്. എന്നിട്ട് ഇനി അവർക്ക് എന്ത് തോന്നിയ മാസം ചെയ്യാം. പാൽവേൾഡ് ഞാൻ കളിച്ചു തുടങ്ങി കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അതില് എക്സ്ബോക്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഫ്രീ കളിക്കാം. ക്യാഷ് ഉള്ള ഡ്രോ ഒന്നല്ലോടാ. അതായത് ക്യാഷ് ഡ്രോ ഞാനവിടെ ആദ്യം പറഞ്ഞേ. നീ ഇവിടെ ഇരിപ്പുണ്ടല്ലോ എത്ര നേരം. ഞാൻ കാസ്ട്രോ എന്തിനാണ് ഇപ്പൊ ഗ്രൈൻഡ് ചെയ്യുന്നത്? എന്തിനാണ് കാസ്ട്രോ? ചുമ്മാ രസം. അല്ല എന്തോ കാര്യമുണ്ട്. കുതിരനെ ട്രെയിൻ ചെയ്യണം. അതല്ലല്ലോ, വേറെ എന്തൊക്കെ പ്ലാൻ ഉണ്ടല്ലോ. ഞാൻ അവിടെ പോയൊക്കെ ഉള്ളൂ, ചെയ്തൊന്നുമില്ല. എന്തോ പ്ലാൻ ഉണ്ടല്ലോ, കാസ്ട്രോ ഒക്കെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്ത് എന്തോ പ്ലാൻ ഉണ്ട്. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു അവിടെ, മറ്റേ എവിടെ അല്ലേ, സെയിൻസിലല്ലേ. അത് അപ്പൊ അതിനായിരുന്നു അല്ലേ? ഞാൻ പോയൊക്കെ ഉള്ളൂ. അതല്ലേ $10,000. കുളിക്കാനല്ലളിയാ, $10,000 മനസ്സിലായില്ലേ? ഓ മറ്റേത് നെക്കിൽ പാമ്പാണോ മിസ്റ്റർ? ഓ നിന്റെ വീട്ടിലൊക്കെ പാമ്പ് കാറ്റടിച്ചു തരാനുള്ളത്. ശിവൻ 4040p. അത് കൊള്ളാം. അളിയാ ഫുഡ് കഴിക്കും ഒരു അച്ചിട്ടത്. ഓക്കെ എടാ അവിടെ ചോക്ലേറ്റ് കിട്ടോളിയാ. ചോക്ലേറ്റാ വണ്ടി കിട്ടി പടാ. നീയല്ലേ പറഞ്ഞ സിപ്പ കൊണ്ട് തരാന്ന്. സിപ്പപ്പൂ ഇല്ല, ഒരു ഇവിടെ പാൽ സിപ്പ ആരെങ്കിലും കൊണ്ടു താടാവേ, മിൽമയുടെ ബൂത്തി കിട്ടും. വരുമ്പോ മതിയല്ലേ? എന്ത് പാൽ സിപ്പപ്പോ? അതിന്റെ അച്ഛനുണ്ട് കൂടെ, വേണമെങ്കിൽ ഞാനും കൂടെ തന്നോടാ. ഞാൻ പറഞ്ഞത് സിപ്പപ്പ ഇല്ലടേ, മിൽമയുടെ പാൽ സിപ്പം. എന്റെ കൊച്ചിന് വയ്യ. അവക്ക് തൊണ്ട വയ്യ, പനി, മുട്ട കഴിക്കുന്നു. ഞാൻ പറഞ്ഞേ മക്കള് തക്കുടുന്ന് യോക്കി ലൈവ് ഒക്കെ കിക്കിന്റെ കാറ്. ഓ ശരി ശരി. ഇത് അച്ഛനും പറഞ്ഞിട്ട് 10,000 രൂപ കൂടുതലൊന്നും കിട്ടത്തില്ലല്ലോ. സ്റ്റീവിന്റെ കമന്റ് ഉണ്ടോ? സ്റ്റീവിന്റെ ഞാൻ കൊണ്ടുവരാൻ ചോദിക്കുകയാണോ, എന്റെ വീടിന്റെ അടുത്ത് തന്നെ മിൽമ ഔട്ട്ലെറ്റ് ഉണ്ട്. മോനെ ഒരു 25 എണ്ണം വാങ്ങിച്ചോ. 25 2 50 രൂപ. ഇപ്പൊ 2 രൂപയാടാ. അതൊക്കെ ഒരു 4 വർഷം മുമ്പ് 50 പൈസയും കിട്ടുമായിരുന്നു, 2 രൂപ കിട്ടുമായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര രൂപ? ഇപ്പൊ 2 രൂപയല്ലേ? അറിഞ്ഞൂടാ, 50 പൈസന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. 5 രൂപയോ? അല്ല നീ ഏത് കൊല്ലത്താ? അളിയാ പണ്ട് 2 രൂപ കെട്ടിക്കൊണ്ടിരുന്ന സാധനം 50 പൈസ കിട്ടിയതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്. 10 രൂപയോ? പോടാ, 10 രൂപ ഒന്നുമില്ല സിപ്പപ്പിന്. 10 രൂപയ്ക്ക് എന്തുവാ? 10 രൂപയ്ക്ക് ചായ കിട്ടും. സ്റ്റീവേ നീ എടാ ഏതേലും എടാ എനിക്ക് വേണ്ടത് കളർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയുടെ സിപ്പപ്പ്, പിന്നെ വെളുത്ത സിപ്പപ്പ്, പിന്നെ ചായ സിപ്പുണ്ടോ? ഒരു പാല് വെള്ള സാധനം ഉണ്ട്, പച്ച കളർ. അത് തന്നെടി. പിന്നെ ചായ 15. ചായ 15 ആണെങ്കിൽ ഒരു 10 എണ്ണം. ചായക്ക് 15 ആണെങ്കിൽ ഒരു 10 ചായ, 10 ഐസ്ക്രീം. പിന്നെ എടാ പാലിന്റെ ഉണ്ടാടാ. പാലിന്റെ സിപ്പപ്പ് ഉണ്ടാ? പാലിനാണ് വെള്ളയില് പച്ച കളറാ. പച്ച ചെറിയ മൽമ എന്നുള്ള ലോഗോയും കാണും. എടാ വെളുത്തിരിക്കണവടാ, വെളുത്ത് തന്നെടാ പാലിന്റെ. അങ്ങനെയല്ല, കവറ് വെള്ള കളറില് പച്ച കളറിൽ മിൽമ എഴുതിയിരിക്കും. അതെന്തായാലും ആട്ടെ, വെളുത്തിരുന്നാ മതി മൊത്തത്തിൽ. അത് വെളുത്ത് തന്നെ ഇരിക്കുന്നത്. അത് വെളുത്ത ഒരു അതൊരു 10 എണ്ണം. അതൊരു 10 എണ്ണം.
ചായയുടെ ഒരു 10 ചായയുടെ 10, പാലിന്റെ 10, പിന്നെ പിങ്ക് കളറിലുണ്ടാടാ. പിങ്ക് കളറില്ല. അതുകൊണ്ട് സ്ട്രോബെറി. പിന്നെ അത് സ്ട്രോബെറിയും കൂടെ. സ്ട്രോബെറി ഒരു 10, ചായ കടയിലുള്ള സിപ്പ് ഫുള്ളൊക്കെ വാങ്ങുക. ഇപ്പൊ കൂടുതലങ്ങ് വാങ്ങാൻ വരിക. നമ്മളൊന്നും പറയണില്ലേ. നീ ഇരുന്നിട്ടില്ലേ കളിയാ? നീ കുടിച്ചിട്ടില്ലേ പിങ്ക് സാധനം? ആ, നീ സിപ്പ് കുടിച്ചിട്ടില്ലേ? ഓ ഇവരെ താകിസ്ഥാൻ കിക്കട താകിസ്ഥാൻ ലവ് ലവ്. ഏത് മനുഷ്യനാടാ നീയൊക്കെ? ഗ്യാസ് കുടിച്ചിട്ടുണ്ടോ? നീ ഞാൻ സ്കൂൾ പഠിക്കുമ്പോ സ്കൂളിൽ നിന്ന് വരുമ്പോ വാങ്ങൂലേ? ലോക്കി പിടിച്ചില്ലേ? പിന്നെ ഇപ്പൊ ഗോകൊന്നും കുടിച്ചിട്ടില്ലടാ പാലിന്റെ സിപ്പപ്പ്. ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? അതൊക്കെ ഒരു കാലം. വാട്സാപ്പ് ഒക്കെ നിന്റെ സിപ്പാണോ? സിപ്പപ്പ് സിപ്പപ്പും ഞൊടഞ്ഞ് മഴയത്ത്. വാട്സാപ്പ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതേതാ കാസ്റ്റോ? സിപ്പപ്പിന്റെ ഫ്ലേവർ? എനിക്ക് പാൽ. മെസ്സേജ് ഒക്കെ തൂറാൻ പോയിട്ട് വരാന്ന്. അവന് ലൈവ് പറയാൻ അവന് മടി. ലൈവ് പറയുന്നതാണ് അവന് തൂറാൻ പോയിട്ട് വരാന്ന്. കുഴപ്പമില്ല. നാളെ മടി ദൈവ തൂറിട്ടാ. എന്തോ ഒരു ഇതാടാ അപ്പിടാൻ പോകുന്നു പറഞ്ഞ. ഞാൻ ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാണ്. എലിയും മന്നി ബ്രോയും ഓർമ്മയുണ്ട്. നീ കൊണ്ട് തരണേടാ സിപ്പപ്പ. ഇൽമാ ബൂത്ത് കമലേശ്വരം അമ്പലത്താളുണ്ട്. ഞാൻ എന്തിനാ ഇപ്പൊ ആ ചാറ്റ് വയ്ക്കാൻ പോയി? എന്റെ അടുത്തോലും അല്ല അത് പറഞ്ഞത്. കഷ്ടപ്പെട്ടിരുന്നു വായിച്ചു. എനിക്ക് പാൽ സിപ്പപ്പും ചായയുടെ സിപ്പപ്പും സ്ട്രോബെറിയുടെ ചായയുടെ സിപ്പപ്പ് പിടിച്ചു വെക്കല്ലേ, പോയിട്ട് വാ. സ്ട്രോബെറിയും വാനിലയൊക്കെ പോയിട്ട് കുടിച്ചു. ഓ അതൊക്കെ പോട്ട്, നീ പെട്ടെന്ന് പോയിട്ട് വന്നേ. മക്കളെ നിങ്ങൾ സത്യമാണോ? ചായയുടെ കിട്ടുമെന്ന്? ചായ എപ്പോഴും കിട്ടും. ഓ ചായ ഉണ്ടല്ലോടാ ഗോകു. ചായയുടെ സിപ്പപ്പാ? ചായ കുടിച്ചിട്ടില്ലേ? ഇല്ല. കോഫി ഒന്നും അല്ലടാ, ചായയുടെ ഉണ്ട്. ചായയുടെ ഞാനും കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കോഫി കുടിച്ചിട്ടുണ്ട്. ചായയുടെ സിപ്പപ്പില്ലടാ. ഞാനും കുടിച്ചിട്ടില്ല. പിന്നെ ഇവന്മാര് ചായക്ക് 15 ചായക്ക് 15 കിട്ടും. എനിക്ക് തോന്നുന്നു അണ്ണൂന് ഏതോ മാമ മറ്റേ കവറിലാക്കിട്ട് തന്നാന്ന് തോന്നുന്നു ചായ. നീ അത് എന്തൊരു സംസാരിച്ചു അവര് വാടഞ്ഞു ഏതോ മാമ കവർ കെട്ടി വെച്ച് കൊടുത്തു. നോക്കട്ടെ അണ്ണ നോക്കട്ടെ, ചെലപ്പോ ഉണ്ടാവായിരിക്കും. എന്തോ ഞാൻ എന്തോ നോക്കട്ടെ, എന്തോ നോക്കട്ടെ. എനിക്ക് സാധനം ഉണ്ടോ നോക്കാലോ. എനിക്ക് സാധനം ഉണ്ട്, ഞാൻ അയച്ചു തരാം ഫോട്ടോ. സാധനം ഉണ്ടോന്നോ? പറച്ചില് പറഞ്ഞ ഏതാ മാമന്റെ കാര്യം, ഏതാ മാമന്റെ കവർ കെട്ടി സിപ്പ് കുടിച്ചിട്ടില്ലേ നിങ്ങളൊന്നും? ഗോകു അവിടെ സിപ്പപ്പ് ഉണ്ടോ? ഇല്ല, ഗോകുന് സിപ്പപ്പ് ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഗോകുന് സപ്ലൈ കൊടുക്കാറുണ്ട് അവിടെ. ഒന്നും അങ്ങനെ ഇല്ലാട്ടാ, അത് മാമന്റെ തന്നെയല്ല. നീ നിർത്തിക്കോ. നീ മിണ്ടാതിരുന്നോ? ഷോർട്ട് ടൈം നീ മിണ്ടാതിരുന്നോ? സ്കൈയെ ഞാൻ ഒരു കാര്യം നോക്കട്ടെ. ഞാൻ ഇന്നൊരു ഡിസ്കോഡിൽ ഒരു വീഡിയോ അത് ഇല്ലെന്ന് നോക്കാം. ഞാൻ ചെയ്ത് കാണൂല. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് കാണിക്കാൻ വേണ്ടി. വാറ്റണ്ണ അങ്ങനെ ക്യാമ വെച്ചാ മതി, ഇതാകുമ്പോ നല്ല രസമുണ്ട്. മറ്റേ സൂര്യ ഉദിച്ചിരിക്കുന്ന പോലെ വിചാരിക്കുന്നുണ്ടോ? ഈ നാശങ്ങളുടെ ഇടയിൽ കിടന്ന് എന്തോ ഒരു സംസാരമാ, കളിയൊന്നും കേട്ടെന്ന് തുടങ്ങി. ചിരിക്കുന്നപ്പോ സത്യം വരുന്നത്. സത്യം വിചാരിച്ചില്ലടാ. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ സ്ഥിരം കേൾക്കുന്നല്ല.
അപ്പൊ സ്ഥിരമായിട്ട് വിചാരിക്കുന്നത് പണ്ട് വിചാരിച്ചിട്ടുണ്ടെന്നപ്പോ പിന്നെ സ്ഥിരമാക്കിയത്. അല്ല ആ, ഇഷ്ടപ്പെടാതായി delete ചെയ്തിട്ടില്ല. ഇത് ശരിക്കും വിചാരിച്ചില്ല ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്നില്ല നിങ്ങളല്ലോ ആ, വിചാരിച്ചത്. മനസ്സ് നിങ്ങളുടെയല്ല. ഞാൻ വിചാരിച്ചു കാരണം ഞാൻ ട്രോള് കണ്ടപ്പോ കൊറേ കാര്യം പറയട്ടെടാ. ഉണ്ടായിരുന്നു. നീ കഷണ്ടി തന്നത് കേട്ടോ. ആർക്ക് നിനക്ക് അളിയ 10ാം ക്ലാസ് തൊട്ട് എനിക്കിതാ ഇത്ര നെറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ 10ാം ക്ലാസ് തൊട്ട് കഷണ്ടിയാ. അല്ല ഇതുവരെ എനിക്ക് പോയിട്ടില്ല, മനസ്സിലായില്ലേ? കേറി റാ പോലായി സൈഡിൽ നെറ്റി റാ. അളിയ അങ്ങനെയാണ്, എനിക്ക് പണ്ടൊട്ട് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? തുടങ്ങി പേര് കുഴപ്പമില്ല, വലിയ കാര്യമൊന്നുമില്ല. തുടങ്ങിയോ ഗൈസ്? ഇല്ല. ആരാ ഇത് തുടങ്ങി വെച്ചൊന്ന്? Don't bro. ഓക്കെ ബ്രോ. ചെറുതേട്ടൻ ഗിഫ്റ്റ് ചെയ്ത് ഗോട്ട്. ഓ പിന്നെ അതില് പേടിത് ചാറ്റിട്ടുണ്ടല്ലോ. ചേട്ടൻ പൈസ എടുത്തോ? പിന്നെ ആസു. അത് പറഞ്ഞപ്പോഴാ ഡീമിന് തന്നെ കൊടുത്തായിരുന്നാ? എന്റെ ജോക്കറ്റ് അതുപോലെയാണ്, സെയിം. എന്റെ അങ്ങനെ തന്നെ പണ്ട് തൊട്ടേ അങ്ങനെ എന്റെ ഹെയർ ലൈൻ. എതിരെണ്ണ അതിന്റെ ലൈവിന് കൊടുത്തല്ലോ. വെഡിങ് മിഷീന്റെ ഇടയിൽ കൂടെ പറഞ്ഞില്ലേ അവൻ? അതെ. സീനില്ല, പെണ്ണ് കെട്ടിയല്ലോ. ഞാൻ ജനുവരി കല്യാണം കഴിച്ചിട്ട് പോയി. ജോക്കി നീ വേറൊരു കാര്യം പറഞ്ഞാ, ചേട്ടാ ഈഗിള് ഡ്രീമർ ആയിട്ട് വെല്ലുവിളിച്ചേക്കുവാണ്. അവ അല്ല അടുത്ത ഇനി വരുന്ന എന്താണോ 5 മാച്ചില് ടോപ്പ് 1 ആവുകയാണെങ്കിൽ, പോയിന്റ് ലിസ്റ്റിൽ ടോപ്പ് 1 ആവണമെങ്കിൽ 1 ലക്ഷം രൂപ അവന് കൊടുക്കും. ഉറപ്പായിട്ടും ആവത്തില്ലല്ലോടാ. അറിയണോണ്ടല്ലേ പറഞ്ഞു. ഒന്നെങ്കിൽ നീ ആവും, അല്ലെങ്കിൽ അവനാവും, അല്ലെങ്കിൽ ഡീമണാവും. നമുക്ക് പോവാ. നമ്മളൊക്കെ പൊട്ടന്മാ, ഞാനൊക്കെ പൊട്ടനെ കാസ്ട്രോ ഓടിക്കുന്നല്ലോ പോലെ. പൊട്ടനെ പോലും ഓടിച്ചോണ്ടിരുന്ന ആദ്യം വല്ല സ്കില്ല് കാണിക്കണ്ടേ, എന്റെ കഴിവ് കാണിക്കണ്ടേ, ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞു അപ്പൊ പ്യുവർ സ്കില്ല് എടുത്ത് കാണിക്കാൻ. ചാറ്റിലുള്ളവരും കഴിച്ചോ? ഇല്ല ചേട്ടാ കഴിച്ചില്ല. മന്തി കഴിച്ചാലോ എന്നുണ്ടെങ്കിൽ കഴിച്ചില്ല ചേട്ടാ. ഞാൻ ഇനി ഒരു ഗെയിം വരാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റിയറിംഗ് എടുത്ത് വെക്കേ. ബ്രോ നിങ്ങൾ സ്റ്റിയറിംഗ് എടുത്ത് വെക്കേ. അടുത്തൊരു പുതിയൊരു ഗെയിം വരുമ്പോ ഞാൻ ഷൊട്ടായിട്ടൊരു കളിക്കോളെ, നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. ഞാൻ അത് മനപ്പുറം കളിക്കുന്നതായിരിക്കും. അപ്പൊ ആരെങ്കിലൊക്കെ എനിക്ക് ഇത് തരും ഇതേപോലെ. ഇന്നലെ കളിച്ച കളി ചില കളികളൊക്കെ ഷോട്ടായിരുന്നു കേട്ടോ. എന്നാ ഇന്നലെ ഒരു കളി മാത്രമേ ഞാൻ തോറ്റുള്ളൂ, അത് ഞാൻ എന്റെ സെറ്റീസ് മാറി കിടന്നോടാണ്. അല്ല ഞാൻ സ്റ്റെബിലിറ്റി ഓഫ് ചെയ്ത് നോക്കിയാട്ടെ. അപ്പൊ കാസ്ട്രോ എന്നെ വിശ്വാസം ഇല്ലെന്നല്ലേ? അല്ല അതല്ല, എന്താണ് മാറിക്കിടക്കുവരുത്. ആരും എന്നെ വിശ്വസിച്ചില്ല ഞാനുണ്ട്. ആരും വിശ്വസിച്ചില്ല. ഇന്നലെ എന്നെ എല്ലാരും തള്ളിപ്പറഞ്ഞു. ഇന്നലെ ഞാനാണെങ്കിൽ ഷോ കാണിക്കാം, അവനാണെങ്കിൽ ഡിസ്കോഡില് എന്റെ ഡിസ്കോഡ് ലൈവ് കാണിച്ചിട്ട് ഷോ ഇങ്ങനെ വിട്ട് പോയി. അപ്പൊ ഞാൻ ഷോ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ഷോ കാണിക്കുമായിരുന്നു, മനസ്സിലായില്ലേ? ക്യാം ബിഗ് ആക്കാനാ. ഇവിടെ എന്നാലും ഉണ്ടല്ലോ, ഞാൻ പേളിമാണി അൺഫോളോ ചെയ്തു. ഞാൻ പേളിമാണി ഫോളോ ചെയ്യുന്നുണ്ടായില്ല, നല്ല അൺഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഡിപ്ലോമാറ്റിക് മാൻ. പേടിമാണിയാണോ മറ്റേത് പറഞ്ഞത്? എന്ത് പറഞ്ഞു? ഗോ ബാക്ക് ഹോം. എന്നെ ഇപ്പോഴും എന്റെ ലൈവ് കണ്ടിട്ട് ആരോ എന്നെ സ്നേഹിക്കുന്നു, മനസ്സിലല്ലേ? അതാണ് ഇവരെ കുരു വന്നട്ടാ. എണ്ണമൊക്കെ കഴിച്ചോണ്ട് കുരു വന്ന സ്നേഹിക്കൊണ്ടോ കൊണ്ടുപോയി. എന്തോന്ന് കൊണ്ടുപോവാൻ? You have the fucking freedom of speech, man. അല്ല ഞാനൊരു കഴിച്ചു കൂട്ടെ, എന്തിനാ പ്രശ്നം? ഒന്നുമില്ല. നിനക്ക് എത്ര എല്ലാം അറിയേണ്ട ആവശ്യം? പിന്നെ ദീപവിടെ ഒരു കാര്യം പറയുമ്പോ എനിക്ക് ക്യൂരിയോസിറ്റി വരൂലേ? ക്യൂരിയോസിറ്റി കാണിക്കുന്നത് എനിക്കിവിടെ ബ്രിട്ടീഷുകാർ ചത്തിയടിയോ ബ്രിട്ടീഷുകാർ അതറിയാ പോയി.
ക്യാമറ എടാ നമ്മളെ ചന്തി ടിഷ്യൂ കൊണ്ട് തുടയ്ക്കുന്നവന്മാരുടെ അടുത്തൊന്നും സംസാരിക്കത്തില്ല. അതെ ഞാൻ കപ്പും കൊണ്ടൊക്കെ നടക്കുന്നടിയാ. നിനക്ക് സ്കൈഡാസ് നാളെ വീഡിയോ കോൾ ചെയ്ത് വെരിഫൈ ചെയ്യണേ. നീ വിളിക്കല്ലേ, ഞാൻ കാണിച്ചില്ലല്ലോ. നീ എന്ത് വിളിക്കുന്നത്? ഞാൻ നോക്കുന്നത് എനിക്കെതിരെ കാണിച്ചു ചേട്ടാ, നിങ്ങൾ തമ്മിൽ പ്രശ്നം. നിനക്കല്ലേ സംശയം? നീ കണ്ടിട്ട് പോയാ മതി. നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നം. എന്തിന് ഞാൻ വിളിക്കണേ? അല്ല ഒരുത്തം പോയിട്ട് ഇവിടെ കക്കൂസില് ഇരുന്ന് കാണായിരിക്കും ലൈവില്. MRC Eagle left the convoy. Yeah, Chromie, yeah. I know. എന്ത് ചെയ്യാൻ പറ്റും? അത് പറയട്ടെ, സൂപ്പർ അല്ലേ? ഞാൻ ഇന്നലെയാണെങ്കിൽ ഗൈസ് എൻ്റെ ആണെങ്കിൽ ഞാൻ ഷോ അടിക്കാൻ വേണ്ടി ഞാൻ ആണെങ്കിൽ 2 സാധനവും സെറ്റിക്സ് ഊരിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ ഇതറിയാതെ ഞാൻ കളി തോറ്റു. ഞാൻ കളിയിൽ ചൊട്ടക്കളിയായിരുന്നു, മനസ്സിലായില്ലേ? സെറ്റിക്സ് ആ കളി അത് വെച്ച് കളിക്കാത്തോണ്ടത് എന്നെ എടുത്തിട്ട് പണ്ണെന്ന് ചാറ്റിലുള്ളവന്മാര്. ഇന്ന് ഫസ്ട്രേറ്റഡ് അല്ലേ? സത്യം നമ്മള് അംഗീകരിക്കാൻ പറ്റാത്ത ചാറ്റ് അവിടുത്തെ. സത്യം ബാത്റൂമിന് ലൈവ് ആണെങ്കിൽ നമ്മൾ രണ്ടിനും പോയി. എന്റെ കഴിവുകൊണ്ട് ഞാൻ ജയിക്കുന്നത് ഇത്ര പ്രശ്നമാണെങ്കിൽ ഞാൻ തോറ്റു തരാം. നിങ്ങളുടെ അണ്ണൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തോറ്റു തരാം, പറയൂ. അല്ലടാ സ്കൈ, അതോ നിങ്ങൾ അത് കാണണമെങ്കിൽ തോറ്റു തരും, പറഞ്ഞാ പോരെ. ഈകളെ നീ കേട്ടോണ്ടിരിക്കാന്ന് എനിക്കറിയാം. അത് ഡിപ്ലോമാറ്റിക് ആവുന്നേടാ, നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നത് ഭയങ്കര ശോകമാണ്. ആദിത്യ എനിക്കും അണ്ണു എന്ത് ജാടയാ, ഞാൻ എന്തോ കാണിച്ചതാ, ഞാനോട് സംസാരിച്ചോണ്ടിരിക്കും. ഭയങ്കര ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. അയ്യോ എന്റെ അടുത്ത് തക്കനോട് പോയി. ഇതാണ് തോറ്റ. കാസ്ട്രോ, ഞാൻ പാസ്വേഡ് അല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നേ, ആരും കേട്ടായിരുന്നു? അല്ല ഇത് വേറെ ഒന്നിന്റെ അല്ല, മറ്റേ ടേബിള് സേഫ് ഗെയിം കളിച്ചു. യെസ്, എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റ് ആയ എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് പോട്ടെ, കമന്റ്സ് ഹൈഡ് ചെയ്താടാ. എന്തിനാ പ്രശ്നം? എന്തിനാ? Oh, I don't want to talk to people who wipe their ass with tissues. I told you. നീ വന്നിട്ട് ഇതേപോലെ കൊടച്ച ഇത് പറയില്ലേ? അപ്പൊ സത്യല്ലേ? ഞാൻ പേർലി വേണ്ടിട്ട് ഇൻസ്റ്റെടുത്ത് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. നമ്മൾ ആരൊക്കെ ഉണ്ട്? ആഷില്ലല്ലേ? എടാ എന്നെ ഉണ്ടല്ലോ, എന്നെ കൊറേ അമ്മണ്ട്. നീ എന്തുവാടാ, നീ ഇന്ത്യയിലുള്ള തന്നെയാണോടാ? നീ ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലേടാ നീ എന്നൊക്കെ പറഞ്ഞ എത്ര പേരാന്നോ പ്രതീക്ഷിക്കാൻ പറ്റുന്ന. ഞാൻ സ്റ്റോറി കുറെ ഇട്ടായിരുന്നല്ലോ, റീപോസ്റ്റും ചെയ്തു, മറ്റേ പ്രൊട്ടസ്റ്റിനെ ഫേവർ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു എന്റെ തന്തയാടാ മൈരെ തീവ്രവാദിന്ന്, ബ്ലോക്കും ചെയ്തു. പിന്നെ അല്ല, നീ ഫേവർ ചെയ്തേനെ നിന്നെ തെറിവിളിച്ചാ? എല്ലാത്തിനും 2 വാക്ക് പറയാത്ത ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഈ ഒപ്പോണന്റ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്, കാരണം നമ്മൾ സത്യം പറഞ്ഞ നമ്മള് ബേസ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിലല്ലേ നമ്മൾ ചിന്തിച്ചു പോണേ. അപ്പൊ ഇതിനെതിരെ ഒപ്പോണന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു പാർട്ടിയെ ഫേവർ ചെയ്യുന്നു, ആ പാർട്ടിയാണ് റൂളിംഗ് പൊസിഷൻ ഉള്ളത്. ആ പാർട്ടിയുടെ എന്താ പറയുന്നത്, ആ പാർട്ടിയുടെ അല്ലല്ല, ആ പാർട്ടിയുടെ ഇത് കൊണ്ടിട്ട് നാട്ടിലൊരു കാര്യം സംഭവിക്കുന്നു. അപ്പൊ മെജോറിറ്റി ഇവരെ ഒപ്പോസ് ചെയ്യുന്ന സമയത്ത് നീ നിന്റെ പാർട്ടിയെ ഇത് ചെയ്യോ, ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുകയോ അത് ഒപ്പോസ് ചെയ്ത് സംസാരിക്കുകയോ? എവിടെയാണ് കറക്റ്റ് കാര്യമുള്ളത് അവിടെ. അങ്ങനെയുള്ളവരും ഉണ്ട്, അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അങ്ങനെ അല്ലാത്തവരാണ് നമ്മളെ വന്ന് തെറി വിളിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞ മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാര് മൈനോറിറ്റിയാ അളിയ, മൈനോറിറ്റിയാണ് അത്. പക്ഷെ അതാ പറഞ്ഞത് അളിയ,
ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന അതേ രീതിയായിരിക്കും എൻ്റെ ചിന്ത എന്ന് വെച്ചാൽ അവരെ കൂടെ ചിന്തിക്കുന്നതല്ല, അതേപോലത്തെ ചിന്തയായിരിക്കും എനിക്കും വരുന്നത്. പക്ഷേ ഈ ഒപ്പോണൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന അവരെങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കൊരു ആ ചിന്ത എനിക്ക് വന്നു. മനസ്സിലായില്ലേ? നിങ്ങൾ ആ മനസ്സിലായോ? ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് റീൽസ് ഇറക്കുന്നത്. പാർട്ടിയാണ് നല്ലത്. അത് മൈനോറിറ്റി ഉള്ളടാ, മെജോറിറ്റി ആൾക്കാരും പക്ഷെ അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരത് എന്താ വെച്ചാൽ ഇവരൊന്നും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമും പ്രോപ്പറായിട്ട് എഴുതാതെ അതിന്റെ പിന്നിലുള്ള ആ ഒരു സാധനം മനസ്സിലാക്കാതെ ചുമ്മാ വന്നിട്ട് കണവണ കാണിക്കുന്നവരാ. അവിടെ സ്പാം ചെയ്യുന്നു. അണ്ണു എന്താ ഫോഴ്സ് കളിക്കാത്ത, അണ്ണു എന്താ ഫോഴ്സ് അത് മാത്രമേ നീ കാണുന്നുള്ളൂടെ. അണ്ടോണ്ട് സ്പാം ചെയ്ത് അയച്ചതാണ്. എടുത്ത് കളാത്തൊക്കെ അവരെ എന്തിനാ വെറുതെ വെച്ചോണ്ടിരിക്കുന്നു. ഷൗട്ടക്സിനും SRK ഒരേ സൗണ്ട് അല്ലേ? സത്യല്ലേ? ഷൗട്ടക്സ്, SRK, അണ്ണാപ്പി ഇതെല്ലാം ഒരേ ജനുസിപ്പെട്ടത് ഇവരൊക്കെ. ഹലോ ഹലോ കേക്കാവോ? ആ കേക്കാം. കേൾക്കാം. നീ കേട്ടായിരുന്നോ കുറച്ച് നീ കാര്യങ്ങൾ? എന്താ കഴിച്ചിട്ട് അപ്പിട്ടാടാ വരുന്നത്? എല്ലാരും ഉണ്ടായിരുന്നു. പൂച്ചക്കുട്ടിയും ഇവരെല്ലാം. ബോബൊക്കെ വന്നോ? ഇല്ലല്ല പോകുന്നില്ല. അല്ലേ മറ്റേ പ്രിന്റർ ഇപ്പോഴെങ്കിലും തീർന്നാ? എന്താടാ? പ്രിന്റർ ഇപ്പോഴെങ്കിലും പ്രിന്റ് ചെയ്ത് തീർന്നാ? അത് കഴിഞ്ഞു എന്തിനായിരുന്നു നീ ഉണ്ടാക്കിയിരുന്നത്? അളിയ അത് എന്താന്ന് വെച്ചാ ഉണ്ടല്ലോ, ആ. സാധനം കുറച്ച് അത് എങ്ങനെ പറയും, അത് എങ്ങനെ ആൾക്കാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. എന്തുവാ അളിയ അത് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് നമ്മള് വീട്ടിലെല്ലാവർക്കും ഒരുമിച്ച് ദാഹിക്കുവാണെങ്കിൽ ഇപ്പൊ പല പല ഗ്ലാസ്സിൽ വെള്ളം എടുക്കണമല്ലോ. ഇതാവുമ്പോ ഇതെന്ന് വെച്ചാ ഈ പ്രിന്റ് ചെയ്ത സാധനം നടുക്ക് വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് വെള്ളം ഒഴിച്ചാൽ എല്ലാ ഗ്ലാസ്സിലും ഈക്വൽ ആയിട്ട് വെള്ളം വരും. ഫൗണ്ടേഷൻ കാര്യം കിട്ടി. ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് റീലില്. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നത്. അത് എന്ത് ദാഹമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് അറക്കാൻ വേണ്ടി മാത്രം. വെള്ളം കുടിക്കുന്ന സാധനം നമുക്ക് എല്ലാ ഗ്ലാസ്സിലും ഒരുമിച്ച്. ഞാൻ ഈ ഇടയ്ക്ക് റീൽ ഉണ്ടായിരുന്നല്ലേ അത്. അടവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയി പ്രശ്നമാകും. അപ്പൊ അതായത് ഈ ഇടയ്ക്ക് അടി ഉണ്ടായി. ആർക്കോ കൂടിപ്പോയതിന് അടി ഉണ്ടായി. അപ്പൊ ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു വാട്സാപ്പിൽ. ഇഷ്ടപ്പെട്ടതാ പറഞ്ഞു. ഞാൻ അച്ഛന് ഫോർവേഡ് ചെയ്തത്. നോക്കി സ്കൈയേ സോറി ലൈവ് കണ്ടോണ്ടിരുന്നോണ്ട് സോറി, ക്ഷമിക്കണം. അങ്ങോട്ട് അയ്യേ അതങ്ങനെയാളെ ഒരേ സമയം ചെറുതും വലുതും വെക്കുന്നു. അത് അതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞുതരാൻ പറ്റാളി. ക്യാമറയാടാ അങ്ങനെ ശരിക്കും നാണോ ഇപ്പൊ ഞാൻ ബ്ലഷ് ആയിപ്പോ ഇങ്ങനെ ചോദിച്ചോ കേട്ടോ. ഒരാണെന്റെ അടുത്ത് ആദ്യമായിട്ട് അങ്ങനെ ചോദിക്കുന്നത്. എടാ നിന്റെ കുറുക്കുറ എത്രത്തോളം വലുതാവുന്നൊക്കെ ഊഹിക്കാന്നില്ല. നീ ഇത് പറയിപ്പോ. അല്ല ഇത് ഞാൻ മറ്റേ ഇത് സ്റ്റീം ഡെക്ക് ചേച്ചി എന്തൊരു ചെയ്യുന്ന. അത് മറ്റേ ഇത് കട്ടർ ഉണ്ട് ഇതിനകത്ത്. ആ കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് ബാലു അല്ല ഭീമൻ തുറൻ പോയി. ബാലു മഴ ആണ്ട് വെളിയിൽ മഴ. എടാ ഗ്ലൗ എടുത്തരുടാ. ഗ്ലൗ ഇടാതെ. എടാ ഇന്ന് വെക്കണ ബെറ്റ് വെക്കട്ടെ. ഞാനൊരു ജോഗി ധൈര്യമായിട്ട് ഇറക്ക്. ജോഗി ധൈര്യമായിട്ട് ഇറക്ക്. ആ ഗോട്ട് എന്തിനു ഗോകുന്റെ DJ പാട്ട് ഉണ്ടായിരുന്നു നേരത്തെ. എന്റെ അത് കളിച്ചാൽ ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ വീട് പോയി തലയിൽ കുളിച്ചപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നത്. സത്യം പറഞ്ഞ ഒരു പാർട്ടിക്കൊക്കെ പോയിട്ട് എത്ര നാളെന്നറിയും. അത് ആ ഒരു വൈബ് കിട്ടിയല്ലേ? ആ കിട്ടി. സമ്മർ ആയിട്ട് ഇപ്പൊ ഇൻഡോർ പാർട്ടീസേ ഉള്ളൂ. മനസ്സിലാവാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം എന്റെ DJ സെറ്റ്. ഇത് പിയാനോ, ഇത് വിഷയം
ഇത് എന്റെ പിള്ളേർ നിങ്ങളിൽ ഒരു 500 പേര് ഇതിന്റെ അല്ലേ മനസ്സിലായില്ലേ ഒരു മ്യൂസിക് കൂടെ പ്ലേ ചെയ്യേ. എടാ ഞാൻ കാര്യം പറയാം. ഫസ്റ്റ് റേസ് വാമപ്പ് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ റേസിന് 2500 രൂപ പറ്റേ, അതായത് 5 സബ്. Guys, ഇത് പറഞ്ഞാൽ നമ്മള് വിർച്വൽ മണിയാണ് കേട്ടാ. നിങ്ങൾ അത് ഇതായിട്ട് വിചാരിക്കല്ലേ. ദിസ് ഇസ് വിർച്വൽ മണി, ഡിസ്ക്ലൈമർ ആണ്. 5 സബ് ഇല്ലേ ഗോകു ഇങ്ങോട്ട് ചെയ്യണേടാ, ചെയ്യണേ. ആദ്യം രണ്ടാമത്തെ അപ്പൊ വാമ്പട്ടെ എന്നെ ലീഡർ ആക്കൂ നീ അന്തം കണ്ണാടിയൊക്കെ എടുത്ത് മാറ്റിയോ? എല്ലാം മാറ്റി. ഇന്ന് വെട്ടം പോലും ഇട്ടിട്ടില്ല റൂമില്. രണ്ടാമത്തെ മാച്ച് നീ കയറുന്നില്ലേ, വരുന്നില്ലേ? എല്ലാരും എത്തിയാ? മാച്ച് ചെറിയ റേസ് ഇടാം, വലുത് വേണ്ട. ബ്രോ സ്ക്രീൻ ഷെയർ ചെയ്യണം ബ്രോ. ഓ എന്തിനാ നിന്റെ ഗോട്ടിനെ മറ്റേ ഇതാക്കാനാണോ? സ്ക്രീൻഷോട്ട് അവൻ പൂജ ചെയ്തോളാം. ഇല്ല ജോക്കിന്റെ റേസ് കാണും. ജോക്കി ചിലപ്പോ എമൗണ്ട് കൂട്ടാനുള്ള ഒരു കോൺഫിഡൻസ് വരും ജോക്കിക്ക്. ഫ്രണ്ടിൽ പോണത് കണ്ട് മടുത്തില്ലേ നീ? അതെ ബാക്കിന്നുള്ള ഒരു POV ആണ്. ബാക്കിന്നുള്ള POV ആണെങ്കിൽ നീ അവന്റെ ലൈവ് എടുത്ത് വെച്ചു.